നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ സഹോദരന്മാരെ അല്ലെങ്കിൽ നമുക്ക് അത്രയും വേണ്ടപ്പെട്ടവരെ വിരുന്ന് വിളിക്കുക എന്ന് പറയുന്നത് ഒരു സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണല്ലേ. അപ്പോൾ എൻ്റെ ബ്രദർ, അതായത് എൻ്റെ ആങ്ങള, അതായത് എൻ്റെ ഇക്കാക്ക, അവൻ ഗൾഫിലാണ് കേട്ടോ. പ്രവാസം 2 വർഷത്തെ ലീവിനൊക്കെ ശേഷം അവർ വന്ന് എൻ്റെ വീട്ടിലോട്ട് ഒരു ദിവസം അവൻ പോവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവനെ വിരുന്ന് വിളിച്ച ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്, പക്ഷേ എനിക്ക് എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ ഒരു ഈവനിങ്ങിൽ അവനോടും ഭാര്യനോടും കുട്ടിയോടും വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ആണിത് കേട്ടോ. അവർ വരുമ്പോഴേക്കും ഇതൊക്കെ റെഡിയാക്കണമല്ലോ. അപ്പോൾ അത് റെഡിയാക്കുന്ന ഒരു തിരക്കിട്ട ഒരു ജോലിയാണ് കേട്ടോ. അപ്പോൾ പത്തിരി ഉണ്ടാക്കണം, ചിക്കൻ കറി ഉണ്ടാക്കണം, ചിക്കൻ ഫ്രൈ ഉണ്ടാക്കണം, പിന്നെ അങ്ങനെ കുറച്ച് എന്നെ കൊണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ സ്വന്തം കൈ കൊണ്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ. അത് അവർ വന്ന് കഴിക്കുക എന്നൊക്കെ, നമ്മൾ ഉണ്ടാക്കി സാധനങ്ങൾ അവർ വന്ന് കഴിക്കുക എന്നൊക്കെ എനിക്കത് ഒരു ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാനത് ചിക്കൻ കറിക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ ഞാൻ പിന്നെ പത്തിരി ഉണ്ടാക്കണം, കറി അടുപ്പത്താക്കിയിട്ട് ഞാൻ പത്തിരി ഉണ്ടാക്കുകയാണ് കേട്ടോ. പത്തിരി എല്ലാ സാധനങ്ങളും കുറേശ്ശെ ഉണ്ടാക്കാനാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഞാൻ പത്തിരിക്കുള്ള മാവ് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഭയങ്കര ചൂടാണ്, പരത്തിയിട്ടിട്ട് ഞാനൊന്ന് കുഴച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഒന്ന് ഇങ്ങോട്ട് ചൂടാറിയപ്പം ഞാനത് കുഴക്കുകയാണ്. അങ്ങനെ ഓരോ പണികളും പെട്ടെന്ന് ചെയ്യണം. കുട്ടികൾ സ്കൂളിൽ വരുന്ന നേരത്താണ് അവരോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ടൈമിലൊക്കെ കഴിക്കും വേണം. അവർ വന്നാൽ പിന്നെ അതൊന്നും നമുക്ക് ഈ ഒരു ടൈമിൽ ചെയ്യാൻ പറ്റുന്നതാവില്ല. അവർ വന്നു കഴിഞ്ഞാൽ ഫ്രീയിൽ ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് സ്വന്തം ഇങ്ങനെ നമ്മളൊരു ഇഷ്ടത്തിന് ഒക്കെ ചെയ്യാമല്ലോ. അവർ വന്നാൽ ഈ മാവിലൊക്കെ അവർ അതിൻ്റെ ഒപ്പം ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റിൽ തന്നെ പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. അവിടെ നിൽക്കട്ടെ, സാരല്ല, പോട്ടെ, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ഞാനതവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനതൊക്കെ ഓരോന്നോരോന്നായിട്ട് പരത്തി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒന്ന് കഴിഞ്ഞിട്ട് വേണം അടുത്ത ജോലിക്ക് നിൽക്കാനേ. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് പെട്ടെന്ന് ചെയ്ത് തീർക്കണം കേട്ടോ. അത് വരുമ്പോഴേക്കും ഇത് കഴിക്കണം, അല്ലെങ്കിൽ പിന്നെ മക്കളും അവരും ഒപ്പാവും വരിക. ഞാൻ ഒരു 5 മണി ടൈമിൽ വരാനാണ് അവർക്കൊക്കെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ മക്കൾ വന്നു കഴിഞ്ഞാൽ അവരും ഉണ്ടാവും എൻ്റെ കൂടെ എല്ലാത്തിനും കേട്ട് മാന്താൻ. അതായത് ഒരു ഉരുള മാവ് കഴിച്ചാൽ അതിന് ഓരോ ബോൾസ് വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒരാൾ വന്നാൽ മറ്റാൾ വരും. അപ്പോൾ പിന്നെ അവരുടെ പിന്നാലെ തല്ലിവിടാൻ നിൽക്കേണ്ടി വരും. എല്ലാവരുടെ വീട്ടിലും തന്നെയാവും അവസ്ഥ അല്ലേ. അപ്പോൾ ഞാൻ പരത്തലൊക്കെ കഴിഞ്ഞപ്പോൾ ചൂടാണ് കേട്ടോ. ചൂടിൽ പിന്നെ നമുക്കൊരു വലിയൊരു പാൻ ഉണ്ടെങ്കിൽ ഒരു 4 എണ്ണമൊക്കെ ഇട്ടിട്ട് ഒപ്പം ചെയ്യാം. പരത്തൽ പിന്നെ അത് പറ്റില്ലല്ലോ. അപ്പം ചിക്കൻ കറിക്കുള്ള തേങ്ങ ഒക്കെ വറുത്തിട്ട് സെറ്റാക്കാണ് കേട്ടോ. അതിൻ്റെ കൂടെ അവനക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്കുള്ള ഡിഷായിട്ട് അവനക്ക് പുളിഞ്ചി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് പുളിഞ്ചി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വീട്ടിലിത് ഉമ്മയും നാത്തൂരും ഉണ്ടാക്കി കൊടുക്കാനിട്ടല്ല, പക്ഷേ എനിക്ക് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ നിങ്ങളെത്ര പേര് ആങ്ങളമാരെ വിളിച്ചിട്ട് വിരുന്നൊരുക്കാറുണ്ട്? പ്ലീസ് കമൻറ്റ്. അപ്പോൾ ഞാൻ പുളിഞ്ചി സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശർക്കരയൊക്കെ ഇട്ടുള്ള ഒരു പുളിഞ്ചി ഉണ്ടല്ലോ, അതാണ് ഈ പുളിഞ്ചി കേട്ടോ. അതിൻ്റെ ഒപ്പം ഞാൻ അപ്പുറത്ത് പിന്നെ ചിക്കൻ കറി തേങ്ങയൊക്കെ ഒഴിച്ച് തിളപ്പിച്ച് അതിലേക്ക് തൂമിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളിയും മറ്റേ വേപ്പില ഒക്കെ ഇട്ട് തൂമിച്ച് അത് സെറ്റാക്കി. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അടുത്തത് നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ നെയ്ച്ചോറ് ഞാൻ പറഞ്ഞില്ലേ ഒക്കെ കുറച്ചൊക്കെ ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതവിടെ സെറ്റായി. അതിന് ശേഷം ഞാൻ പിന്നെ ഗ്രീൻ ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ രാവിലെ ഇതിന് ഞാൻ വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റിലേക്ക് ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതിയല്ലോ. അപ്പോൾ ഞാനൊരു തവയിൽ ഓയിലൊക്കെ ഒഴിച്ച് ഓരോന്നോരോന്നായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. ഒരുപാട് എണ്ണയിലിട്ടിട്ട് കുളിപ്പിച്ച് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. ഞാനിങ്ങനെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അത്യാവശ്യം ഓയിലുണ്ട്, അങ്ങനെ ഒരു ടൈപ്പിലാണ് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഗ്രീൻ ചിക്കൻ ഫ്രൈ എത്ര പേര് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടവർ ഒന്ന് കമൻറ്റ് അയക്കാം. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വെള്ളപ്പം ചൂടാൻ നോക്കാണ് കേട്ടോ. എത്ര പേർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നെങ്കിൽ അതെനിക്ക് കമൻറ്റായിട്ടും സബ്സ്ക്രൈബായിട്ടും ലൈക്കായിട്ടും എന്നെ അറിയിക്കുക.
ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. എങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ അതും എനിക്ക് മെസ്സേജ് അയക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ അവർ വരാനുള്ളൊരു ടൈമായി തുടങ്ങി. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഇൻഷാ അല്ലാഹ് ബൈ.